പ്രശസ്ത നടനായ കൂട്ടിക്കൽ ജയചന്ദ്രൻ പ്രതിയായ പോക്സോ കേസിലെ മെഡിക്കൽ റിപ്പോർട്ട് എങ്ങനെ അവഗണിക്കാനാകുമെന്നുള്ള ചോദ്യം ചോദിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീം കോടതി രംഗത്ത് വരികയാണ്. കൂട്ടിക്കൽ ജയചന്ദ്രന് മുൻകൂർ ജാമ്യം അനുവദിക്കുന്നതിനെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. ജയചന്ദ്രൻ നൽകിയ ഇടക്കാല സംരക്ഷണം മാർച്ച് 24 വരെ സുപ്രീം കോടതി നീട്ടുകയും ചെയ്തു. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിലാണ് മുൻകൂർ ജാമ്യം തേടി കൂട്ടിക്കൽ ജയചന്ദ്രൻ സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നത്. തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ കുടുംബത്തിലെ പ്രശ്നങ്ങൾ ആണെന്ന് ജയചന്ദ്രന്റെ വാദം കോടതി നിഷേധിക്കുകയും ചെയ്തു. എന്നാൽ കോഴിക്കോട് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിക്ക് നൽകിയ മൊഴിയിലും ചികിത്സിച്ച ഡോക്ടറോടും താൻ നേരിട്ട ലൈംഗിക പീഡനത്തെ സംബന്ധിച്ചും കുട്ടി വിശദീകരിച്ചിട്ടുണ്ടെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ വിശദീകരിക്കുന്ന പീഡന വിവരം എങ്ങനെ അവഗണിക്കാനാകുമെന്ന് സുപ്രീം കോടതി ചോദിക്കുന്നത്. കേസിൽ സംസ്ഥാന സർക്കാർ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിന് മറുപടി നൽകാൻ കേസിലെ എല്ലാ കക്ഷികൾക്കും സുപ്രീം കോടതി അനുമതി നൽകുകയും ചെയ്തിരുന്നു. മാർച്ച് 24-ന് ഹർജി പരിഗണിക്കുന്നത് വരെ ജയചന്ദ്രന് നേരത്തെ അനുവദിച്ച ഇടക്കാല സംരക്ഷണം തുടരുമെന്ന് ജസ്റ്റിസുമാരായ BV നാഗരത്ന, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ അടങ്ങിയ സുപ്രീം കോടതി ബെഞ്ച് അറിയിക്കുകയും ചെയ്തു. കൂട്ടിക്കൽ ജയചന്ദ്രന് വേണ്ടി സീനിയർ അഭിഭാഷകൻ R. ബസന്ത്, A. കാർത്തിക് എന്നിവർ ഹാജരാവുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന് വേണ്ടി സീനിയർ അഭിഭാഷകൻ ജയൻ മുത്തുരാജ്, സ്റ്റാൻഡിംഗ് കോൺസൽ നിഷയ രാജൻ, ഷോഗർ എന്നിവർ ഹാജരാവുകയും ചെയ്തു.